ഹരേ കൃഷ്ണ. ഡിയർ പ്രഭുജീസ്, മാതാജീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും എല്ലാ ഡിവോട്ടീസിൻ്റെയൊക്കെ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ചബിഹാരി, ജയ രാധ മാധവ കുഞ്ചബിഹാരി, ജയ ഗോപിജനവല്ലഭ ഗിരിവരധാരി, ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി. യശോദനന്ദന വൃജജനരഞ്ജന യമുന തീരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘേ ദേഹിരിം യൻ കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം. ശ്രീചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. നമ്മുടെ ഇന്നത്തെ ശ്ലോകം 1-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ ചാപ്റ്ററിലെ 39-ാമത്തെ ശ്ലോകമാണ്. അത് 1839, 1839. നമുക്ക് ശ്ലോകത്തിലോട്ട് കിടക്കാം. നേയം ശോഭിഷ്യതി തത്ര യദീദാനിം ഗദാധര, തത്പാദേരംഗിതാ പാദി സ്വലക്ഷണാ വിലക്ഷിതേഹ. നേയം ശോഭിഷ്യതി തത്ര യദീദാനിം ഗദാധര, തത്പാദൈരംഗിതാ പാദി സ്വലക്ഷണാ വിലക്ഷിതേ. നേയം ശോഭിഷ്യതി തത്ര യദീദാനിം ഗദാധര, തത്പാദൈരംഗിതാ പാദി സ്വലക്ഷണാ വിലക്ഷിതേഹ. ഇനി നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. അതിനു മുമ്പ് പ്രാർത്ഥിക്കാം. അല്ല, യം നമ്മുടെ ഈ രാജ്യം, ശോഭിഷതി സുന്ദരമായി കാണപ്പെട്ടു, തത്ര അപ്പോൾ, യഥാ ഇപ്പോഴുള്ളതുപോലെ, ഇദാനി എങ്ങനെ, ഗദാധര അല്ലയോ കൃഷ്ണ, തത് അങ്ങയുടെ, പാദൈ പാദത്താൽ, അങ്കിത മുദ്രണം ചെയ്തു, പാതി കണ്ണഞ്ചിപ്പിക്കുന്നു, സ്വലക്ഷണ അങ്ങയുടെ സ്വന്തം മുദ്രകൾ, വിലക്ഷിതൈ മുദ്രണത്താൽ അങ്കനത്താൽ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അല്ലയോ ഗദാധര, ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ അങ്ങയുടെ പാദമുദ്രണത്താൽ മനോഹരമായി ദൃശ്യമാകുന്നു. എപ്പോൾ അങ്ങിവിടം ഉപേക്ഷിച്ച് യാത്രയാകുന്നുവോ അപ്പോൾ അവ മനോഹരങ്ങളല്ലാതായി തീരും. ഭാവാർത്ഥം: ഭഗവാന്റെ പാദങ്ങളിൽ ചില സവിശേഷമായ മുദ്രകളുണ്ട്. അവ ഭഗവാനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നു.
കൊടിക്കൂറ, അശ്നീപാദം, ആനക്കോല്, ആലവട്ടം, അംബുജം, സുദർശന ചക്രം തുടങ്ങിയ ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ ദർശിക്കാം. ഭഗവാൻ യാത്ര ചെയ്യുന്ന മൃദുലമായ മൺപാതയിൽ ഈ അടയാളങ്ങൾ പതിയുന്നു. പാണ്ഡവരോടൊപ്പം ഭഗവാൻ ഹസ്തിനപുരത്തിൽ ഉണ്ടായിരുന്ന കാലം ഹസ്തിനപുരത്തെ പ്രദേശങ്ങൾ മുഴുവനും ഇത്തരം മുദ്രകളാൽ അങ്കനം ചെയ്യപ്പെട്ടിരുന്നു. പാണ്ഡവരുടെ രാജ്യം അത്തരം മംഗളകരമായ മുദ്രണങ്ങൾ സമൃദ്ധമാക്കപ്പെട്ടിരുന്നു. ഈ സവിശേഷതയെ കുന്തിദേവി എടുത്തു പറയുകയും ഭഗവാന്റെ അഭാവത്താലുള്ള നിർഭാഗ്യത്തെക്കുറിച്ച് ഭയപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓം അജ്ഞാനചന്ദ്രാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിനം ഹേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാഖ്യം ദദാതി സോപാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥ നിത്യം തം സജീവം. കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി ഗോപീശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതീ ദേവി പ്രണമാമി ഹരിപ്രിയേ. കൃഷ്ണപേഷ്ടായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം ഒരിക്കൽ കൂടി വായിക്കാം. അല്ലയോ ഗദാധര, ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ അങ്ങയുടെ പാദമുദ്രണത്താൽ മനോഹരമായി ദൃശ്യമാകുന്നു. എപ്പോൾ അങ്ങ് ഇവിടം ഉപേക്ഷിച്ച് യാത്രയാകുന്നുവോ അപ്പോൾ അവ മനോഹരങ്ങൾ ഇല്ലാതെയാകുന്നു. നമുക്ക് കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു. വിജയശ്രീലാളിതരായ പാണ്ഡവരും കൃഷ്ണനും ഹസ്തിനപുരത്ത് യുധിഷ്ഠിരനെ രാജാവായിട്ട് ഉപരോധിക്കുന്നു. അദ്ദേഹം ലോകത്തിന്റെ മുഴുവൻ രാജാവായിട്ട് വാഴുകയാണ്. ഭഗവാന് ദ്വാരകയിലോട്ട് പുറപ്പെടുമ്പോൾ കുന്തിദേവി ഭഗവാൻ തങ്ങളോട് കാണിച്ച ആ അഹൈതുകമായ കാരുണ്യത്തിന് നന്ദി സൂചകമായിട്ട് പ്രാർത്ഥന അർപ്പിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ. ഇത് നമുക്ക് ഈ 8-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകം മുതൽ 43-ാം ശ്ലോകം വരെ കുന്തി സ്തുതി, അതായത് കുന്തിയുടെ പ്രേയേഴ്സാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അവിടെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഓസ്പീഷ്യസ്നെസ്സിനെ പറ്റി കുന്തിദേവി വർണ്ണിക്കുകയാണ്. തങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും വിജയത്തിനും എല്ലാം കാരണം ഭഗവാനാണെന്ന് കുന്തിദേവി സമർത്ഥിക്കുന്നു. അപ്പോൾ ഭഗവാൻ പോകുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കുകയില്ല എന്നും കുന്തിദേവി ഉത്കണ്ഠപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങ് കൂടെയില്ലാത്ത ഈ രാജ്യം ഒരിക്കലും പൂർണ്ണമാകുകയില്ലെന്ന് കുന്തിദേവി പറയുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇത്രയും നാള് ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്ന് കുന്തിദേവി ഓർക്കുകയാണ്. കുന്തിദേവി ഭഗവാന്റെ കാൽപാദങ്ങളിലെ സ്പെസിഫിക് മുദ്രകളെ പറ്റി ഇവിടെ പറയുന്നു. ആ മുദ്രകൾ പതിഞ്ഞ് ഹസ്തിനപുരമാകെ അതീവ മനോഹരമായി തീർന്നു എന്നും പറയുന്നു. അതുപോലെ തന്നെ അവരുടെ രാജ്യമായ ഇന്ദ്രപ്രസ്ഥവും അതുപോലെ. ഇന്ദ്രപ്രസ്ഥം നമുക്കറിയാം, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വെറും മരുഭൂമിയായിട്ടുള്ള ഒരു സ്ഥലം മായാദാനവനെ കൊണ്ട് ഭഗവാന്റെ പ്രകാരം അതിമനോഹരമായ അതായത് ഹെവൻലി പ്ലാനറ്റ്സിനോട് കിടപിടിക്കത്തക്കവണ്ണം ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്ത കാര്യവും അറിയാം. ഇവിടെ അതെല്ലാം കുന്തിദേവി വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എല്ലാം ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിരുന്നു എന്നും കുന്തിദേവി ഓർക്കുന്നു. ശരിക്കും ഈ സ്പെസിഫിക് മാർക്കിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മള് ഈ ജന്മാഷ്ടമിയൊക്കെ പ്രമാണിച്ച് നമ്മുടെ പല വീടുകളിലും ഇപ്പോഴും ഈ അരിപ്പൊടി കൊണ്ട് വീടിന് മുമ്പിലോ അല്ലെങ്കിൽ ആൾട്ടറിന് മുമ്പിലോ ചെറിയ ചെറിയ പാദങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കാണാറുണ്ട്. ശരിക്കും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മളും ഇതൊക്കെ കണ്ട് നമ്മളും ശരിക്കും അതൊക്കെ ആസ്വദിക്കാറുമുണ്ട്.
എന്താണ് ഭഗവാന്റെ പാദങ്ങളുടെ സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ കാൽപാദങ്ങൾ മുഴുവനും സ്പെസിഫിക് മാർക്കുകളാണ് ഉള്ളത്. ശരിക്കും നമുക്കറിയാം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ കുറേ വരകളും മാർക്കുകളും ഒക്കെ ഉണ്ട്. ശരിക്കും അതിനെപ്പറ്റിയുള്ള ആ പഠനം, ഹസ്തരേഖാശാസ്ത്രം, പാമിസ്ട്രി, ആ വരകള് നമ്മുടെ ക്യാരക്ടറിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ അനലൈസ് ചെയ്തു പറയുന്ന ആ ഒരു ശാസ്ത്രമാണ് അത് ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, കാരണം ഓരോ വ്യക്തികളുടെയും ഈ വരകള് വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കലും നമ്മളുടെ ഒരു തമ്പ് ഇംപ്രഷൻ പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ തമ്പ് ഇംപ്രഷൻ. ശരിക്കും നമ്മുടെ യുണീക്കായിട്ടുള്ള ഐഡന്റിറ്റിയാണ് ഇത്. ബയോമെട്രിക് സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഈ ഐഡന്റിറ്റി നമ്മൾ ശരിക്കും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ആധാർ കാർഡും ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ഉള്ളതാണ്. നമുക്ക് ഇവിടെ ഭഗവാന്റെ കാൽപാദങ്ങളിലെ വ്യത്യസ്തമായ അടയാളങ്ങളെ പറ്റി നോക്കാം, വിശദമായിട്ട് നോക്കാം. കാരണം ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് ഇസ്കോൺ ഡിസേർട്ടിയിൽ നിന്നാണ്. അതായത് ലോർഡ് കൃഷ്ണയുടെ ലോട്ടസ് ഫീറ്റില് ഇടത് സൈഡ്, റൈറ്റ് സൈഡില്, വലത് സൈഡില് 11 മാർക്കുകളും ലെഫ്റ്റ് സൈഡില് 8 മാർക്കുകളും ആണ് ഉള്ളത്. അതായത് ഓരോന്നും റൈറ്റ് സൈഡിലെ 11 കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ആദ്യമായിട്ട് ബേബി കോൺ ഉണ്ട്. ആ ഒരു ചെറിയൊരു ബേബി കോണിന്റെ പടമുണ്ട്. പിന്നെ അതോ ഡിസ്ക് ഉണ്ട്, അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്തിന്റെ ഇതുണ്ട്. പിന്നെ ലോട്ടസ് ഫ്ലവർ, താമരയുണ്ട്. പിന്നെ എലിഫന്റ് ഗോഡ്, അതായത് ആനയെ നടത്താൻ ഉപയോഗിക്കുന്ന ആ തോട്ടിയുടെ ചിഹ്നം പോലെ ഉള്ളൊരു ചിഹ്നമുണ്ട്. പിന്നെ തണ്ടർ ബോൾട്ട്, വജ്രായുധമുണ്ട്. പിന്നെ വിക്ടറി ഫ്ലാഗ്, വിജയ പതാകയുണ്ട്. പിന്നെ അംബ്രല്ല, ഒരു കുടയുണ്ട്. പിന്നെ ഉദ്ധവരേഖ, അതൊരു നേർവര ഉണ്ട്. പിന്നെ 4 സ്വസ്തികാസ്, നമുക്ക് സ്വസ്തിക ചിഹ്നം നമുക്കറിയാം, അതിന്റെ 4 സ്വസ്തിക ചിഹ്നം ഉണ്ട് അവിടെ. അതുപോലെ 4 ജാമൻ ഫ്രൂട്ട് ഉണ്ട്, ജാമൻ ഫ്രൂട്ട്സുകൾ പടമായിട്ട് 4 എണ്ണം ഉണ്ട്. പിന്നെ അഷ്ടകോൺ 8 സൈഡോട് കൂടിയ ഒരു ഫിഗർ, ആ ഒരു ഫിഗറും കൃഷ്ണന്റെ റൈറ്റ്, അതായത് വലത്ത് കാൽപാദങ്ങളിൽ ഉണ്ട്. പിന്നെ ഇനി ലെഫ്റ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആകാശ് എന്ന് പറയുന്നത് 2 സർക്കിൾസ് ആണ്, 2 സർക്കിൾസ് അവിടെയുണ്ട്. പിന്നെ കോൺസൽ, ശംഖുണ്ട്. പിന്നെ അൺസ്ട്രിങ് ബോ, ഒരു ബോയുടെ പടം മാത്രമുണ്ട്, അവിടെ ആരോ ഇല്ലാത്തൊരു ബോയുടെ പടമുണ്ട്. പിന്നെ കൗസ് ഹൂഫ് പ്രിന്റ്, നമുക്കറിയാം പശുവിന്റെ ആ കുളമ്പടികളുടെ ഒരു പടമുണ്ട്. പിന്നെ 4 വാട്ടർ പോട്ട്സ്, 4 കുടങ്ങളുണ്ട്, കുടങ്ങളുടെ പടമുണ്ട്. പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ ഒരു ഹാഫ് മൂൺ ഉണ്ട്. പിന്നെ ഫിഷ്, ഒരു മത്സ്യത്തിന്റെ ചിഹ്നവും ഉണ്ട്. നമുക്ക് രാധാറാണിയുടെ കാൽപാദങ്ങളിലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. രാധാറാണിയുടെ കാൽപാദത്തിൽ റൈറ്റ് സൈഡിൽ 8ഉം ലെഫ്റ്റ് സൈഡിൽ 11ഉമാണ്. അത് കുറേയൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാം ഏകദേശം കുറേ കാര്യങ്ങൾ 2 സെയിം ആയിട്ടുണ്ട്, എന്നാലും കുറേ ചില കാര്യങ്ങളൊക്കെ അതിൽ വ്യത്യസ്തമായിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോഴും പോകുന്നില്ല. ഭഗവാനെ എവിടെ നടന്നാലും ഈ പാദമുദ്രകൾ അവിടെയെല്ലാം പതിയും. വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരിയും ഈ പാദമുദ്രകളാല് പവിത്രമാക്കപ്പെട്ടിരിക്കുന്നതാണ്. വൃന്ദാവനവാസികൾ പരമഭാഗ്യവാന്മാരാണെന്ന് നമുക്കറിയാം. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ ഈ പാദമുദ്രകൾ അവർക്ക് എല്ലായിടത്തും ദൃശ്യമായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 10:2-38 പറയുന്നുണ്ട്. അതിന്റെ പർപ്പോട്ടിൽ പറയുന്നതാണ്, ഒരിക്കല് അക്രൂരൻ കംസന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണബലരാമനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരു തേരിൽ വരികയാണ്. അദ്ദേഹം വൃന്ദാവനത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഭഗവാന്റെ കാൽപാദങ്ങളുടെ അടയാളം കണ്ടിട്ട് പെട്ടെന്ന് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ശരിക്ക് നിലത്ത് വീണ് കിടന്ന് കരയുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഈ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭക്തന് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. തവാനുകമ്പിതം എന്നാണ് പറയുന്നത്. ദേവീ ദേവന്മാരൊക്കെ അത്യാഹ്ലാദരാകുന്നത് അവരുടെ ശത്രുക്കളായ അസുരന്മാരെ നിഗ്രഹിക്കുമ്പോൾ മാത്രമല്ല, അവർക്ക് ഭഗവാന്റെ ഈ പാദമുദ്രകൾ കാണാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അതിയായ സന്തോഷം തോന്നുന്നത്. ഗോപീസിന്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, അപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ മാത്രം ധ്യാനിച്ച് അവരിയ്ക്കുന്നത്. അദ്ദേഹം കാലികളെ മേയ്ക്കുന്ന പോകുന്ന സ്ഥലങ്ങളിൽ പതിഞ്ഞ പാദമുദ്രകളിൽ മനസ്സർപ്പിച്ച് അവർ അതീന്ദ്രിയ അവസ്ഥയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അത് ഈ പർപ്പോട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ
അവസ്ഥ ചേഷ്ടാന ഭാവയാ കൽപ്പതി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്ടർ ഓഫ് ഡിവോഷനിലും ഭഗവാന്റെ ഈ കാൽപാദങ്ങളുടെ പ്രത്യേകതകളെ പറ്റി കാണാം. ഭഗവാന്റെ അതിവിശേഷമായ ഈ പാദമുദ്രകൾ കാണുമ്പോഴേ ഗോപികമാര് വികാരാധിക്യത്താൽ കരഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃഷ്ണ ബുക്കിൽ ഒരു കാര്യം വായിച്ചിട്ടുണ്ടല്ലോ. ഗോപികമാര് കൃഷ്ണനെ പിരിഞ്ഞ വിരഹ ദുഃഖത്താൽ ചെടികളോടും മരങ്ങളോടും എല്ലാം ഭഗവാൻ എവിടെയെന്ന് ആരാഞ്ഞ് ഭഗവാന്റെ പാദമുദ്രകളെ അവലംബിച്ചവർ നടക്കുകയാണ്. കുറച്ചു ചെല്ലുമ്പോൾ ഈ നന്ദലാലയുടെ പാദമുദ്രകളോടൊപ്പം വേറൊന്നുകൂടി അവർ കാണുന്നു. അത് ആരുടേതാണെന്ന് അവര് ചിന്തിച്ചിട്ട് അവർ സ്വയം അനുമാനിക്കുന്ന എന്താണ്? ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഒരു ഗോപിക്കൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു ആന എങ്ങനെയാണോ തൻ്റെ ഇണയോടൊപ്പം തോൾ ചേർന്ന് നടക്കുന്നത് അതുപോലെ ഇതുവഴി പോയിരിക്കാമെന്നാണ് അവർ അനുമാനിക്കുന്നത്. എന്നിട്ട് സ്വയം സമാധാനിക്കുന്നു, ആ ഗോപി കൃഷ്ണന് നമ്മളെക്കാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവുമെന്ന്. ശരിക്കും നമുക്ക് ഇതാണ് ഗോപികമാരുടെ അൺഅലോയ്ഡ് ലവ് എന്ന് പറയുന്നത്. അതായത് അവർ ഒരിക്കലും അസൂയാലുക്കളൊന്നും ആകുന്നില്ല. അതിന് പകരം ആ വ്യക്തി നമ്മളെക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടതാകാനുള്ള കാരണം അവർ മനസ്സാ അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ചൈതന്യ ചരിതാമൃതത്തിലെ 2:23, 50, 51 ഒക്കെ കൃഷ്ണരാജ കവിരാജ് ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ കൃഷ്ണപ്രേമത്തിലേക്ക് പിടിച്ചുയർത്തുന്ന, അതായത് നമുക്ക് ആ സ്പോണ്ടേനിയസ് എക്സ്റ്റസി വരുന്നതിനുള്ള 2 കാര്യങ്ങൾ. ആ എക്സ്റ്റസിക്ക് പറയുന്നത് വിഭവ എന്നാണ്. അത് 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആലംബ എന്ന് പറയുന്നു. ആലംബ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിനെയാണ് ആലംബ എന്ന് പറയുന്നത്. അത് രണ്ടാമത് ഉദ്ദീപന എന്ന് പറഞ്ഞാലോ നമുക്ക് ആ എക്സ്റ്റസി നമ്മളെ അവേക്കൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ അത് ഉണർത്തുന്ന കാര്യങ്ങളെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതില് ഈ ചൈതന്യ ചരിതാമൃതത്തിലെ 2:3, പർപ്പോട്ടില് അത് പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ആ ഒരു ശ്ലോകത്തിന്റെ ഇതായിട്ട് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണന്റെ മന്ദഹാസം, സ്മൈൽ, ഫ്രാഗ്രൻസ് ഓഫ് ഹിസ് ട്രാൻസ്ഡെന്റൽ ബോഡി, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആ ഫ്രാഗ്രൻസ്, പിന്നെ ബ്യൂഗിള്, ഭഗവാന്റെ ബ്യൂഗിള്, ആംഗിൾ ബെൽസ്, പിന്നെ കോൺഷെല്ല്, പിന്നെ മാർക്ക് ഓഫ് ഹിസ് ലോട്ടസ് ഫീറ്റ്, ഹിസ് പ്ലേസ് ഓഫ് റെസിഡൻസ്, ഹിസ് ഫേവറേറ്റ് പ്ലാന്റ് തുളസി, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും തുളസിയും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസിൻ്റെ ഈ ഫാസ്റ്റിങ്ങും അത് ഈ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഇതെടുത്തിട്ട് ചെയ്യാറുണ്ടല്ലോ, എടുത്തിട്ട് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ളതും അതും, പിന്നെ ഇതെല്ലാം നമ്മുടെ എക്സ്റ്റസിയെ ഉണർത്തുമെന്നാണ്, അതിനെ ഉത്തേജിപ്പിക്കുമെന്നാണ് ആ ശ്ലോകത്തിന്റെ പർപ്പോട്ടിൽ ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ശരിക്കും നെക്ടർ ഓഫ് ഡിവോഷനിലെ കാര്യങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിലോട്ട് ഒന്നും കൂടെ കോപ്പി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ കുന്തിദേവിയുടെ പ്രാർത്ഥന, ശരിക്കും കുന്തിദേവി ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് അവരുടെ മനോവികാരം എന്തായിരുന്നു? ശരിക്കും കൃഷ്ണനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. കുന്തിദേവി ഓർക്കുകയാണ്, തങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, അപ്പോൾ ഭഗവാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമല്ലോ എന്നാണ് കുന്തിദേവിയോടെ അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ പ്രസൻസ് ഏതൊരു കാര്യത്തെയും പൂർവാധികം ഭംഗിയുള്ളതാക്കി തീർക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദരെ ഈ ഒരു കാര്യത്തിനെ ചാണക്യ പണ്ഡിതന്റെ ഒരു ശ്ലോകത്തോടെ ഉപമിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സർവാരി ഭൂഷണം ചന്ദ്ര, പൃഥിവി ഭൂഷണം രാജ, നാരിനാം ഭൂഷണം പതി, വിദ്യാ സർവസ്യ ഭൂഷണം. അതായത് ആകാശത്തിന്റെ നീലിമ, ആ നീലാകാശത്തിലെ വൈവിധ്യങ്ങളെ പറ്റി നമ്മളും ആസ്വദിക്കാറുണ്ടല്ലോ. ശരിക്കും നമ്മളും പറയത്തില്ലേ, ആകാശം എന്ത് ഭംഗിയായിരിക്കുന്നു എന്നൊക്കെ നമ്മളും പറയാറുണ്ട്. ആകാശത്തിന്റെ ആ നീലിമയും അങ്ങങ്ങായി കാണുന്ന ആ മേഘശകലങ്ങളും നക്ഷത്രങ്ങളും എല്ലാം വളരെ വളരെ മനോഹരമാണ്. എന്നാൽ അതിനോടൊപ്പം ചന്ദ്രനും ഉണ്ടെങ്കിലോ, അതും പൂർണ്ണചന്ദ്രനാണെങ്കിലോ അതിൻ്റെ ഭംഗി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതിനോട്
പ്രഭുപാദർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുന്തിദേവി ശരിക്കും സന്തോഷവതിയാണ്. തൻ്റെ പുത്രന്മാർ യുദ്ധത്തിൽ ജയിച്ചതും രാജ്യഭാര്യം കിട്ടിയതുമല്ല കുന്തിദേവിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുന്തിദേവി ഓർത്തു പോവുകയാണ് ഇവിടെ. ആ കുന്തിദേവി ഓർക്കുന്നതായിട്ടാണ് ശ്രീല പ്രഭുപാദർ ഇതിനോട് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു രാജ്യം, ആ ഭൂമി ഫ്ലറിഷ് ആകണമെങ്കിൽ നല്ല ക്ലൈമറ്റ് ഒക്കെ വേണം. പിന്നെ എക്കണോമിക്കലി ഫ്ലറിഷ് ആകണമെങ്കിലോ ശരിക്കും വളരെ പ്ലാനിങ്ങോടുകൂടിയ ആ പ്രയത്നം വേണം. പിന്നെ ആളുകളുടെ സന്തോഷവും സമാധാനവും പരിശ്രമവും ഒക്കെ വേണം. ഇതിനെല്ലാം രാജ്യത്ത് എന്താണ് വേണ്ടത്? ഒരു വയസ്സായിട്ടുള്ള രാജാവിൻ്റെ, അതായത് ഒരു നല്ല രാജാവിൻ്റെ രാജ്യഭരണം ഉണ്ടായെങ്കിലേ ഇതെല്ലാം കിട്ടുകയുള്ളൂ. നമുക്ക് യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ ശരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ അടുത്തത്, ഒരു സ്ത്രീ സുന്ദരിയാണ്, പക്ഷേ സ്വന്തം ഭർത്താവിനോടൊപ്പം വളരെ സന്തോഷവതിയാണെങ്കിൽ അവൾ കൂടുതൽ സുന്ദരിയാകുമെന്നാണ് ഇവിടെ ചാണക്യപണ്ഡിതർ പറയുന്നത്. അതുപോലെ വിദ്യാഭൂഷണം, ഒരാൾ എത്ര പാവപ്പെട്ടവനാണെങ്കിലും അയാൾക്ക് അയാളെ കാണാൻ എത്ര ഭംഗി ഉണ്ടായിരിക്കില്ലെങ്കിൽ പോലും അയാളുടെ അറിവ്, അതാണ് അയാളുടെ ഭംഗി. അയാള് ഈ ശരിക്കും അയാൾ പണ്ഡിതനാണെങ്കിൽ അതാണ് അയാളുടെ ഭൂഷണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വിദ്യയും അറിവും ഇന്റലിജൻസും എല്ലാം നമുക്ക് തരുന്നത് ഭഗവാനാണ്. ശരിക്കും പ്രഭുപാദരുടെ കാര്യം ആലോചിച്ചാൽ പ്രഭുപാദർ 1970 ഇവിടെ ഒരു ലെക്ചർ പറഞ്ഞതാണ്. ശിഷ്യന്മാരെ പറ്റി ഓർക്കുകയാണ് പ്രഭുപാദർ തൻ്റെ ശിഷ്യന്മാരെ പറ്റി. എല്ലാം യൂറോപ്യൻസായ ഹിപ്പി ഈ ജീവിതം നയിച്ചിരുന്നവരാണ് അതിൽ ഏറെയും പേര്. പലരും നല്ല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുമാണ്. പക്ഷെ അവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അവർ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താണ് ജീവിതം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ പ്രീച്ചിങ്, ആ ഇൻറ്റൻസ് കെയർ കൊടുത്തിട്ട് അവരെ ഓരോരുത്തരെയും ആയിട്ട് അദ്ദേഹം കെയർ കൊടുത്ത് അതവരുടെ എല്ലാ കാര്യങ്ങളും വരെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ശിക്ഷണം അവരുടെ ജീവിതമാകെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ശ്രീല പ്രഭുപാദർ എത്രത്തോളം ദയാലുവാണെന്ന്. അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നതാണ്, വെരി സിമ്പിൾ പ്രോസസ്, ആഡ് കൃഷ്ണ ടു അവർ ലൈഫ്. ഡിവോഷണൽ സർവീസിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും ഭഗവാനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനത്ത്, അതായത് സെൻട്രൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭഗവാനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൻട്രൽ കൊണ്ടുവരാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ഓംനിപൊട്ടൻസ് കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും പ്രസന്റ് ആണ്. നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചാൽ മാത്രം മതി. മൈ ലോർഡ് പ്ലീസ് കം ടു ദി സെന്റർ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട്, ഭഗവാനെ എൻ്റെ ജീവിതത്തിന്റെ സെന്ററിലേക്ക് വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ പ്രഭുപാദരുടെ ശിഷ്യന്മാരെ, ഇതിനെ പ്രഭുപാദർ തന്നെ പറയുന്നത്, പ്രഭുപാദരുടെ ശിഷ്യന്മാരൊക്കെ കൃഷ്ണ കോൺഷ്യസിൽ വന്നതിന് ശേഷം അവരുടെ മുഖമെല്ലാം അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ബ്രൈറ്റ് ഫേസ്ഡ് ആയി തീർന്നു എന്നാണ്. ശരിക്കും അവരുടെ മുഖത്തെല്ലാം വളരെ തേജസ് പോലെ, എന്ന് വെച്ചാൽ ഒരു തിളക്കം, അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വന്നപ്പോൾ അവരെല്ലാം വളരെയധികം മാറി എന്നാണ് ഭഗവാനോട് പ്രഭുപാദർ ഇവിടെ പറയുന്നത്. രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിലെ 2 ശ്ലോകങ്ങൾ, അതായത് 1-2-285 1-2-286 പറയുന്നത്, ശരിക്കും നമ്മൾ ഡിവോഷണൽ സർവീസിന് വേണ്ടി നമ്മൾ എല്ലാം ത്യജിക്കണമെന്നല്ല പറയുന്നത്. അത് ശരിക്കും നമ്മുടെ സെൻസസ്, അതായത് നമ്മളെല്ലാം നമ്മുടെ സെൻസസിനെയെല്ലാം അതിൻ്റെ പർപ്പസിനെയെല്ലാം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ കൃഷ്ണ കോൺഷ്യൻസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം വർജിക്കുകയാണ് വേണ്ടത്. നമുക്ക് പ്രഭുപാദരുടെ മുതിർന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ രാജാക്കന്മാരുടെ എല്ലാം നിർദ്ദേശങ്ങളിലൂടെയൊക്കെ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവരെല്ലാം പഠിപ്പിച്ചു തരുന്നു. ശരിക്കും പ്രഭുപാദന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു സിവിലൈസേഷൻ എത്ര ഫ്ലറിഷ്ഡ് ആയാലും അഡ്വാൻസ്ഡ് ആയാലും ഭഗവാനെ അതിൻ്റെ സെന്ററിൽ നിർത്തിയില്ലെങ്കിൽ അതിന് യാതൊരു ഭംഗിയും കാണുകയില്ല എന്നാണ് പ്രഭുപാദർ പറയുന്നത്. നമ്മുടെ ഐഡിയയും ഇത് തന്നെ ആയിരിക്കണം, ബ്രിങ് കൃഷ്ണ ടു ദി സെന്റർ. ഇതിനോടനുബന്ധിച്ച് പ്രഭുപാദരുടെ സ്റ്റോറി പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിരിക്കും. ഒരിക്കൽ ഒരു ഭാഗവത സപ്താഹം നടത്താൻ സമയത്ത് ഒരു കള്ളനും ഉണ്ടായിരുന്നു. അയാളിരുന്ന് കേൾക്കുകയായിരുന്നു.
ഭാഗവത സപ്താഹം റിസൈറ്റ് ചെയ്യുന്ന ആള് ഭഗവാനെയും ഭഗവാന്റെ സൗന്ദര്യത്തെയും അദ്ദേഹത്തിന്റെ ആഭരണങ്ങളെ പറ്റി ഒരുപാട് വർണ്ണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങളെ പറ്റി, ഇയർ റിങ്സിനെ പറ്റി, ബ്രേസ്ലെറ്റിനെ പറ്റി എല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിരിക്കുന്ന കള്ളന്റെ മനസ്സിൽ അത് എങ്ങനെ കരസ്ഥമാക്കാമെന്നുള്ള ഒരു ചിന്തയാണ് വന്നത്. ഒരു കൊച്ചുകുട്ടി വനത്തിലെ ഇത്രയും ആടയാഭരണങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. സപ്താഹം കഴിഞ്ഞതിന് ശേഷം അയാൾ നേരെ വനത്തിൽ പോയി അവിടെ എല്ലാം ഭഗവാനെ തിരയുകയാണ് ചെയ്യുന്നത്. അയാളുടെ ആ ഈഗർനെസ് കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ സന്തുഷ്ടനായി. കൃഷ്ണൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴും അയാൾ ആലോചിക്കുന്നത് എങ്ങനെ ഇതെല്ലാം കൈക്കലാക്കുമെന്നുള്ള ആ ഒരു കാര്യത്തിനെ പറ്റിയാണ്. പക്ഷേ ഭഗവാൻ അയാളോടൊപ്പം കളിക്കാൻ ആണ് ഇഷ്ടം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അയാളുടെ കൂടെ വസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ആകെ പ്യൂരിഫൈ ആയിട്ട് അയാൾ ശരിക്കും മാറ്റപ്പെട്ടു. ഭഗവാന്റെ സാമീപ്യം അയാളെ മാറ്റിമറിച്ചു. അപ്പം ഭഗവാൻ തന്നെ പറഞ്ഞു തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തോളാൻ അയാളോട് പറയുമ്പോൾ അയാൾ പറയുന്നത്, ശരിക്കും എനിക്കൊന്നും വേണ്ട, ഈ ശ്യാമസുന്ദരമായ മനോഹരമായ രൂപം അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ ഒരു വലിയ ഭക്തനായിട്ട് തീരുകയും ചെയ്യുന്നു. ശീലപ്രഭുപാദരെ ഈ കഥ പറഞ്ഞത് ഭഗവാനെ നമുക്ക് എല്ലാ അവസരത്തിലും നമ്മോടൊപ്പം നമ്മുടെ സെന്ററിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശീലപ്രഭുപാദരെ വേറൊരു ആസ്പെക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതും ഈ എക്സാമ്പിളും നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. കാരണം എല്ലാ ആൾക്കാരും അവരുടെ സ്കിൽസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ശരിക്കും പലരും അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവർ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അറിവിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ റെക്കഗ്നീഷൻ കിട്ടുകയും ചെയ്യും. നമുക്കറിയാം, നമ്മൾ പല അവാർഡുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഭാരതരത്ന, ഖേൽരത്ന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല അവാർഡുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഈ അവാർഡുകളൊക്കെ കിട്ടുന്ന കാര്യത്തിനെ പറ്റി ഇവിടെ കുറച്ച് കാണുകയല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അവരുടെ വളരെയധികം അധ്വാനവും പ്രയത്നവും അവരുടെ ഹാർഡ് വർക്കിങ്ങും കോമ്പറ്റീഷനിലൂടെയൊക്കെയാണ് അവരിത് സ്വായത്തമാക്കിയതെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഈ എബിലിറ്റി തന്നതാരാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയുടെ പറയുന്നുണ്ട്, നമുക്ക് ഓരോന്നിനുമുള്ള എബിലിറ്റി തരുന്നത് അദ്ദേഹമാണെന്നുള്ള കാര്യം, ഭഗവാനാണെന്നുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് പ്രഭുപാദർ ഇവിടെ പറയുന്നത് ഈ ഡെസിഗ്നേഷൻ കിട്ടുന്നതൊന്നും അത്ര എറ്റേണൽ അല്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം ബിഗ് സീറോ ആണെന്നാണ് പറയുന്നത്. കുറേ സീറോസ് ചേർക്കുമ്പോൾ ഒരു ബിഗ് സീറോ ആവും. പക്ഷേ അതിന് മുമ്പിൽ നമ്മൾ ഒരു 1 ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് അതിൻ്റെതായ വിലയുണ്ടെന്നാണ് ശ്രീലപ്രഭുപാദർ പറയുന്നത്. ശരിക്കും നമ്മളും ആ ഒന്നിനെ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാകും. അതാണ് കൃഷ്ണ കോൺഷ്യസിന്റെ ഫിലോസഫിയും എന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ ഒരു ഇസ്കോൺ സെന്ററിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ മനോഹരമായ ഒരു കീർത്തൻ നടക്കുന്നു എന്ന് വെച്ചു, പെട്ടെന്ന് നമുക്കതിനകത്തോട്ട് ഇൻവോൾവ് ആകാൻ പറ്റും. ശരിക്കും നമ്മൾ പോലും അറിയാതെ വേറൊരു ലോകത്തിലോട്ട് എത്തിപ്പെടും. അതായത് സ്പിരിച്വാലിറ്റിയിലോട്ട്, കൃഷ്ണപ്രേമത്തിലോട്ടൊക്കെ നമ്മളെ അത് പിടിച്ചുയർത്തും. നമ്മൾ പല ആരാധനാലയങ്ങളും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ശരിക്കും ധ്യാനവും കീർത്തനവും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത്രയും ഓളങ്ങൾ സൃഷ്ടിക്കാൻ വേറെ അതിനൊക്കെ കഴിയുമോ? ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വളരെയധികം ഫീലിങ്ങോടുകൂടിയൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും അത് വിസ്മൃതിയിലായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭഗവാന്റെ കീർത്തനങ്ങൾ, ആ തിരുനാമങ്ങൾക്ക് വല്ലാത്ത ആകർഷണമാണ്. വീണ്ടും വീണ്ടും ആഴത്തിൽ അതിൽ ലയിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. അതിൻ്റെ പൊട്ടൻസി വളരെ വളരെ വലുതാണ്. ഇതിന് കാരണം എന്താണ്? ശരിക്കും ഭഗവാനുമായിട്ട് എല്ലാം റിലേറ്റഡ് ആണ്. നമ്മുടെ ആ കേൾക്കുന്ന അവസരത്തിൽ അത് നമുക്ക് എറ്റേണലായിട്ടുള്ള നമ്മുടെ ഐഡന്റിറ്റിയെ റിവൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് അത്രത്തോളം നമ്മൾ ആരാണെന്ന് നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ അത് അത്രയധികം ചലനങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെ ഭഗവാനുണ്ടോ, എവിടെ അർജുനനുണ്ടോ അവിടെയുമെല്ലാം വിജയവും ഗ്ലോറീസും ഒക്കെ ഉണ്ടാകുമെന്ന്. അതുപോലെ ഇവിടെ കുന്തി ദേവി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചാണക്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എവിടെയെല്ലാം ഭഗവാനുണ്ടോ അവിടെയെല്ലാം മോറാലിറ്റിയും ഗ്ലോറീസും ഒക്കെ ഉണ്ടാവും. എവിടെയൊക്കെ കീർത്തനുണ്ടോ അവിടെയൊക്കെ ഭഗവാനുണ്ട്. എവിടെയൊക്കെ
ഒഫൻസ്ലെസ് ചാൻഡിങ് ഉണ്ടോ അവിടെ സൗണ്ട് വൈബ്രേഷൻ്റെ രൂപത്തിൽ ഭഗവാനുണ്ട്. കീർത്തനീയ സദാഗിരി എന്നാണല്ലോ പറയുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ ചാൻഡ് ചെയ്താൽ, കീർത്തൻ ചെയ്താൽ ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ 11:1-7 പറയുന്നത് പോലെ ഭഗവാൻ എല്ലാവരുടെയും കണ്ണുകളെ ആകർഷിക്കുന്നു. ഭഗവാനെ സ്മരിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ കാണുന്നവരെ എല്ലാം അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാനെ വിളിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് നമ്മൾ കൃഷ്ണ കോൺഷ്യസിൽ എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ചൈതന്യ മഹാപ്രഭു ഭക്തി പ്രാക്ടീസിനെ പറ്റി 2 ആസ്പെക്റ്റുകൾ പറയുന്നുണ്ട്. അതായത് കുന്തി മഹാറാണിയാണെങ്കിൽ 5000 വർഷത്തിന് മുമ്പ് ഭഗവാന്റെ പ്രസൻസിലാണ് ഈ ഒരു വികാരം അവരിൽ ഉടലെടുക്കുന്നത്. ആ പ്രാർത്ഥനകളാണ് അത് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും നമുക്ക് ആ ഭാഗ്യമില്ല. നമുക്കിപ്പോഴും ഭഗവാൻ എങ്ങനെ ഏത് രൂപത്തിലാണ് നമ്മളുടെ മുൻപിലുള്ളത്? കുന്തി മഹാറാണിക്ക് ഫിസിക്കൽ പ്രസൻസ് കിട്ടി. നമുക്കാണെങ്കിലോ ഹോളി നെയിമിൻ്റെ രൂപത്തിലെ, രാധാ ഗോവിന്ദന്റെ രൂപത്തിലെ, കൃഷ്ണബലറാമന്റെ രൂപത്തിലെ, ശ്രീമദ് ഭാഗവതമായിട്ട്, ഭഗവത്ഗീതയായിട്ട് ഒരുപാട് ബുക്കുകളും ലിറ്ററേച്ചറുകളും ഒക്കെ അതിൻ്റെയൊക്കെ രൂപത്തിലാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് സ്പിരിച്വൽ നോളജ് ഈസ് മോർ ടു ഹിയർ ദാൻ ടു സീ എന്ന് പറയുന്നത്. ശരിക്ക് അതാണ് സ്പിരിച്വൽ നോളജ്. നമ്മൾ കൂടുതൽ കേട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത്. വെൻ വി റിയലൈസ് മോർ, അനലൈസ് മോർ, വി കുഡ് റിയലൈസ് ഇറ്റ് മോർ എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ, അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിയലൈസേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് നമുക്ക് 2 സ്റ്റേജുകളായിട്ടാണ് കൃഷ്ണനെ നമുക്ക് കിട്ടുന്നത് എന്നാണ്. അതായത് ഒന്ന് സംഭോഗ, വൺ ഈസ് സംഭോഗ ആൻഡ് അതർ ഈസ് വിപ്രലംബ. സംഭോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും പേഴ്സണൽ ഇൻറ്ററാക്ഷൻ ആണ്. ശരിക്കും ഭഗവാനുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിനെയാണ് സംഭോഗ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് സുദാമയുടെ കാര്യം എടുക്കാം, ഗോപീസിൻ്റെ അദ്ദേഹത്തിനെ എംബ്രേസ് ചെയ്യുന്ന കാര്യം, അതുപോലെ യശോദാമയി, അത് അവർക്കെല്ലാം പേഴ്സണൽ കോണ്ടാക്ട് ഭഗവാന്റെ കിട്ടിയിട്ടുള്ളവരാണ്. അടുത്തത് വിപ്രലംബ, അതായത് സ്റ്റേജ് ഓഫ് സെപ്പറേഷൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം അതാണ്. ശരിക്കും നമുക്കറിയാം, നമ്മൾ ചൈതന്യ ചരിതാമൃതമൊക്കെ വായിക്കുകയാണെങ്കിൽ ഈ വിപ്രലംബ സ്റ്റേജിൽ ഭഗവാന്റെ, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരുപാട് ലീലകൾ നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഭഗവാനെ അതിൽ നമുക്ക് പലപ്പോഴും അറിയാം. വിപ്രലംബ സ്റ്റേജിൽ അദ്ദേഹം ബോധം കെട്ട് വീഴുന്നതും അത് അങ്ങനെ നമ്മൾക്ക് ചൈതന്യ ചരിതാമൃതം വായിക്കുവാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് വിപ്രലംബ സ്റ്റേജിലുള്ളവർക്ക് സംഭോഗ സ്റ്റേജിലുള്ളവരെക്കാൾ ഭഗവാനെ 24 മണിക്കൂറും ഓർക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ശ്രീല പ്രഭുപാദർ ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് ഭഗവാനോടും സ്പിരിച്വൽ മാസ്റ്ററിനോടും വളരെ അടുപ്പം ചിലർ കാണിക്കാറുണ്ട്, വളരെ അടുപ്പം കാണിക്കാറുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിലല്ലെങ്കിൽ അവർക്ക് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഭക്തി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതിനെ ശ്രീല പ്രഭുപാദർ ഉപമിച്ചിരിക്കുന്നത് ഒരു ബഗ്, അതായത് ഒരു പ്രാണി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മളെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള രീതിയിലാണ് അവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, ശിഷ്ടാഷ്ടകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരകേണമേ. ശരിക്ക് ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ജഗത്ത്, അതായത് ഭൂമി മൊത്തം ശൂന്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ അദ്ദേഹം പഠിപ്പിക്കുന്നത് വൃന്ദാവനത്തിലെ ഗോപീസും ഗോപാസിൻ്റെ വിപ്രലംബ ഭക്തിയെ പറ്റിയാണ്. ഭഗവാൻ വൃന്ദാവനത്തിലെ 10-11 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മധുരയിലേക്കും ദ്വാരകയിലേക്കും ഒക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് വൃന്ദാവനവാസികളുടെ ഒക്കെ ഭക്തി കുറഞ്ഞു പോയെന്നാണ്? ഒരിക്കലുമല്ല. അവരെന്താണ് ചെയ്യുന്നത്? അവരെ എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭഗവാനുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുകയാണ് ചെയ്യുന്നത്.
ഭഗവാന് പോയതിനു ശേഷം ദ്വാരകയിലെ രാജ്ഞിമാരൊക്കെ ശരീരം മൊത്തം ഗോപീചന്ദന മണിയാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരൊക്കെ ശരിക്കും 24 hours 24 മണിക്കൂർ ഭഗവത് സ്മരണയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഭഗവാൻ നമ്മളോടൊപ്പം ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അത് നമ്മൾ എത്രത്തോളം ഭഗവാനെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്നുവോ, അത് എത്രത്തോളം നമ്മൾ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അത് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും നമ്മൾ ഇതിലെ എപ്പോഴും വീഴ്ച പറ്റാറുണ്ട്. നമ്മൾ അതൊന്നും റെഗുലറായിട്ടല്ല നമ്മൾ അനുഷ്ഠിക്കുന്നത്. നമ്മൾ നല്ല ജപം ചെയ്യുകയാണെങ്കിൽ, ഡിവോട്ടി അസോസിയേഷൻ എടുക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും തോന്നിക്കുവാനുള്ള ആ ഒരു എൻകറേജ്മെന്റ് നമുക്ക് കിട്ടും. നമ്മൾ ഭഗവാനെ ഓർക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കിയാൽ മതി, നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. നമ്മളുടെ ഓരോ വസ്തുവും ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭഗവാൻ തന്നെ ഭാഗവതത്തിലൂടെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം ഓരോന്നും നമുക്ക് അനുഭവേദ്യമാകുമ്പോൾ ഇത് ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ നന്ദിപൂർവ്വം ഓർക്കണമെന്നുള്ള കാര്യം. ശരിക്കും ഭഗവാനെ പറ്റി നമ്മളെപ്പോഴും കേൾക്കണം. ശരിക്കും ഭഗവാന്റെ ആ ഗ്ലോറീസിനെ പറ്റി, ഭഗവാനെ പറ്റി നമുക്ക് എത്രത്തോളം കൂടുതൽ കേൾക്കുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിലത് പതിയുകയും ചെയ്യും. നമ്മൾ ഡിവോട്ടീസുമായിട്ട് അസോസിയേഷൻ എടുക്കണം. പിന്നെ ഭഗവാന് സമർപ്പിച്ച പ്രസാദം കഴിക്കണം. ഭഗവാൻ ഓഫർ ചെയ്തിട്ട് എല്ലാം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമ്മൾ ഭഗവാന് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഒരു ഗസ്റ്റിന് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഏറ്റവും നല്ല പ്രസാദം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ, പിന്നെ കീർത്തനം, പിന്നെ ഒഫൻസ്ലെസ് സ്റ്റാൻഡിങ്, ഇങ്ങനെ എപ്പോഴും നമുക്ക് ഏത് സാഹചര്യത്തിലും ഭഗവാനെ നമ്മുടെ ജീവിതത്തിലോട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഹമ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ എപ്പോഴും ഭഗവാന്റെ ആ സാന്നിധ്യത്തെ പറ്റിയും ഭഗവാന്റെ ആ ഗ്ലോറീസിനെ, ആ മഹത്വത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ശരിക്കും ഹമ്പിൾ ആയിരിക്കുക തന്നെ ചെയ്യണം. നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്നുള്ള ധാരണയിൽ നിന്ന് നമ്മൾ ഏറ്റവും പതീതരാണെന്നുള്ള ഒരു നമ്മുടെ അവസ്ഥയെ പറ്റി നമ്മൾ റിയലൈസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഹ്യൂമിലിറ്റി സ്വയം ഡെവലപ്പ് ആയിക്കൊള്ളും. നമുക്ക് കൃഷ്ണ ഭഗവാനെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കൂട്ടണം. അതായത് സദാ കൃഷ്ണസ്മരണയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വേണം. ശരിക്കും നമുക്കറിയാം, ഭഗവാൻ നമ്മൾ ഒരു ചെറു കണികയെങ്കിലും സ്നേഹം കാണിച്ചാൽ ഭഗവാൻ അത് പർവ്വതത്തോളം മാഗ്നിഫൈ ചെയ്ത് നമുക്ക് തിരിച്ചു തരുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഒരു സിവിലൈസേഷൻ ഭഗവാനിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ പല ഇൻആസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുമെന്നാണ്. അതായത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും, പിന്നെ ആളുകൾ തമ്മിലുള്ള ചതിയും അത്യാഗ്രഹം, ദേഷ്യം, ഇതെല്ലാം സമൂഹത്തെ മാലിന്യപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ജനാസ്തു കൃഷ്ണ വിമുക്ത ദേവാസ്, ആളുകളെ ഭഗവാനിൽ നിന്ന് എപ്പോഴാണ് മുഖം തിരിക്കുന്നത് അപ്പോഴേ ഈ ദുശകുനങ്ങളെല്ലാം പ്രത്യക്ഷമാകുന്നു. എല്ലാ കാര്യങ്ങളും ചതിയിലൂടെ പൊല്യൂട്ടഡ് ആകുകയും ചെയ്യുന്നു. സുഹൃബന്ധങ്ങളെല്ലാം നശിക്കുന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നു, അതൊരു പക്ഷേ ഡൈവോഴ്സിലോട്ട് വരെ നയിക്കുന്നു. ഇതെല്ലാം ലോകത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനുള്ളിൽ സെന്ററിൽ നമ്മൾ ഭഗവാനെ നിർത്താത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്നാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭഗവാന്റെ അതിമനോഹരമായ കാൽപാദങ്ങൾ നമ്മൾ എപ്പോഴും സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്രൈസിസിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ എപ്പോഴും എല്ലാത്തിനും എല്ലാ കാര്യത്തിലും ഭഗവാനെ റിലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറയുന്നു. ഇത് ഒരു കൃഷ്ണ ബുക്കിലാണെന്ന് ഒന്ന് വായിച്ചത്. കാരണം ഗോപികമാരൊക്കെ വനത്തിലൂടെ നടക്കുമ്പോഴേ അതിൻ്റെ സൈഡിലെല്ലാം മരങ്ങളും ചെടികളും എല്ലാം പൂത്തുലഞ്ഞ് കായ്കളുമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുന്നത് എന്താണ്? ഇവരെല്ലാം ഭഗവാനെ, കൃഷ്ണനെ സെർവ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ് അവർ ഓർക്കുന്നത്. നമ്മുടെ ആ മുണ്ടേനായിട്ടുള്ള ഐസ് കൊണ്ട് നോക്കിയാൽ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഗോപികമാരൊക്കെ എല്ലാ കാര്യവും ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്.
നമുക്ക് ഭഗവാനിലുള്ള ആ ഇൻറ്റൻസ് ലവ് അത് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രീമദ് ഭാഗവതത്തിലെ 10:23-33 ഒരു ശ്ലോകം പറയുന്നുണ്ട്. അത് നമുക്ക് അതും കൂടെ നോക്കാം. കൃഷ്ണന് ഇത് നമുക്ക് അറിയാം, ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കൃഷ്ണ ബലറാമ വനത്തിലായിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഈ ഗോപന്മാർക്കെല്ലാം വളരെ വിശപ്പുണ്ടാകുന്നു. അവരുടനെ തന്നെ ഭഗവാനോട് പറയുന്നു വിശക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്, അവിടെ പോയി ബ്രാഹ്മണരോട് ചോദിക്കാൻ പറയുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പോയി ചോദിക്കുമ്പോൾ ആ ബ്രാഹ്മണർ ഇവരെ കണ്ടതായിട്ട് ഒട്ടും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു. അത് ഇവർ തിരിച്ചു വന്ന് കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളെ ബ്രാഹ്മണ പത്നീസിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പറയൂ എന്ന് പറയുന്നു. ഇവർ ചെന്നിട്ട് വീണ്ടും പറയുമ്പോൾ അത് കേട്ട മാത്രയിൽ തന്നെ അവരുണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും എടുത്ത് അവർ ഈ കൃഷ്ണ ബലറാമിൻ്റെ സാമീപ്യത്തിൽ വരികയാണ്. ശരിക്കും അവരുടെ ആ ധൈര്യവും ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് ഭഗവാൻ വളരെ വളരെ സന്തുഷ്ടനാകുന്നു. അവർ പറയുന്നു, കൃഷ്ണനെ അവർക്ക് കൂടുതൽ കൂടുതൽ സർവീസ് ചെയ്യണം, അവരും വനത്തിൽ നിൽക്കട്ടെ എന്നവർ കൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ അവരുടെ ഈ പ്രപ്പോസല് എഗ്രി ചെയ്യുന്നില്ല. ഭഗവാൻ പറയുകയാണ്, ശരിക്കും നമുക്കറിയാം ഭഗവാന് ആത്മപ്രിയനാണ്. അദ്ദേഹം നമ്മുടെ സോളിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ശ്രവണാത് ദർശനാത് ധ്യാന മയീ ഭാവോ അനുകീർത്തനാത് ന തഥാ സന്നികർഷേന ഹൃദിയാത തദോഗ്രഹം. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്നെ പറ്റി കേൾക്കുക, കൂടുതൽ കൂടുതൽ കേൾക്കുക, എൻ്റെ ഡേറ്റി ഫോമിനെ കാണുക, അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിനെ കാണുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എൻ്റെ ഗ്ലോറീസ്, ഭഗവാന്റെ ഗ്ലോറീസിനെ പറ്റി ഒരുപാട് നമ്മൾ വർണ്ണിക്കുക, അദ്ദേഹത്തിൻ്റെ നാമം ഒഫൻസ്ലെസ് ആയിട്ട് ചാൻഡ് ചെയ്യുക. അപ്പോൾ എന്നിലുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങളിൽ ഉടലെടുക്കുമെന്ന് അദ്ദേഹം ഈ ബ്രാഹ്മണ പത്നിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും എന്നെ ഫിസിക്കലായിട്ട് കാണണമെന്നില്ല, പക്ഷെ ഈ ഒരു പ്രക്രിയ കൊണ്ട് നിങ്ങൾക്ക് എന്നിലുള്ള ഇൻറ്റൻസ് ലവ് എപ്പോഴും നിലനിർത്താൻ കഴിയുമെന്ന് അവരെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ഭഗവാൻ അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമുക്കും അറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ, ഈ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളും പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഉള്ളിലെ കൃഷ്ണപ്രേമം ഡെവലപ്പ് ചെയ്ത് വളർത്തിയെടുക്കാൻ അത് സാധിക്കുമെന്ന് തന്നെ നമുക്കും കരുതാം. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഈ ലാസ്റ്റ് ശ്ലോകം ഒന്നുകൂടെ പറയൂ, ശ്രവണ ദർശന, അത് ഏതാന്നൊന്ന് പറഞ്ഞൊരു. അതെ, 10:23-33 മാതാജി. ശ്രീമദ് ഭാഗവതത്തിലെ 10:23-33. കിട്ടി മാതാജി, കിട്ടി മാതാജി. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനൊരു മാതാജി, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. മാതാജി, ഒരു കൊതുക് അല്ല, ഒരു പ്രാണി നമ്മുടെ ദേഹത്ത് വന്നിരുന്ന് കടിക്കുമ്പോ അത് നമ്മളെ ഉപദ്രവിക്കാൻ, അതിന് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു മാതാജി, ഒന്ന് പറയാമോ? ഒരു മിനിറ്റ് മാതാജി, ഞാൻ അത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, ഇത് മാത്രം പറ്റുള്ളൂ. അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമുക്ക് നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് അടുപ്പം നമ്മൾ നമ്മുടെ ഗുരുവിനോടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോടോ ഒക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. പക്ഷേ അത് നല്ലതായ രീതിയിലല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ക്ലോസ് അസോസിയേഷൻ എടുത്താലും അത് ശരിയായ രീതിയിലല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തില്ലെന്നാണ് ശ്രീല പ്രഭുപാദർ ഈ ഉദാഹരണം കൊണ്ട് പറയുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഏതെങ്കിലും ഒരു ജീവി നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നാല് അത് നമുക്ക് സുഖം തരുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലേ അസോസിയേഷൻ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത്. അതാണ് അവിടെ പ്രഭുപാദർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആകരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ആകരുത്. നമ്മൾ ഭഗവാനും
നമ്മുടെ ഗുരുക്കന്മാരുമായിട്ട് അത്രത്തോളം അടുപ്പം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലായിരിക്കണമെന്നാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി അത് നഷ്ടപ്പെടുമെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ശരിക്കും ഈ Thank you, ജീവി വന്നിരിക്കുന്ന നമ്മളെ ഉപദ്രവിക്കാനാണല്ലോ, അല്ലാതെ നമ്മളുമായിട്ട് അസോസിയേഷൻ എടുക്കാനല്ലല്ലോ. അതുകൊണ്ട് അതാണ് പറയുന്നത് ഇവിടെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ആർക്കൊന്നും ആഡ് ചെയ്യാനൊന്നും ഉണ്ടോന്ന് അറിയത്തില്ല. എങ്ങനെയാണ്? നല്ല കമന്റ്സോ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. കറക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. കറക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല മാജി. പിന്നെ എല്ലാരും ഡൗട്ട്സ് ഉള്ളതെല്ലാം ചോദിച്ചല്ലോ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ശരി മാതാജി. ഇപ്പൊ ഹരേ നമുക്ക് കൃഷ്ണ മാതാജി. കമന്റ്സ് ഒന്നും ഇല്ല. എന്നാലും എനിക്കൊരു ഇന്നലെ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ ഒരു വിജ്ഞാനമുത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് പറയണം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോളൂ മാതാജി, നമുക്ക് എല്ലാവർക്കും ഗുണപ്പെടുമല്ലോ. അത് എന്താന്ന് വെച്ചാല് ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഐശ്വര്യ മാതാജി അത് കഴിഞ്ഞ് ഓക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം കിട്ടിയത് ഈ ഗോസ്വാമി മഹാരാജിന്റെ ആ ഒരു വിജ്ഞാനമുത്തുകളായിരുന്നു. സാധാരണ ഞാനത് വായിക്കാം. ശരി, എന്നാൽ അത് ഇപ്പൊ തന്നെ വായിച്ചിട്ട് ക്ലോസ് മൊബൈൽ ഓഫ് ചെയ്യാന്ന് വിചാരിച്ചാൽ നോക്കിയപ്പോ അതിൽ വന്ന് ശരിക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതായത് എനിക്ക് എന്നോട് തന്നെ എനിക്കൊരു തലക്കെട്ട് കൊട്ട് വന്നിട്ട് മഹാരാജ് പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്താന്ന് വെച്ചാൽ അതിൽ മഹാരാജ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്, സംശയമില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള വാക്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ്. ആകയാൽ വീണ്ടും ഭഗവാൻ കൃഷ്ണൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉത്തരം നൽകുന്നു. ആ വാക്യങ്ങളും വളരെ പ്രധാനമാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തുടർന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ സ്വന്തമായി അതിൽ അടിയുറച്ചു പ്രയത്നിക്കുക. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഭാഗവതം കേൾക്കുന്നുണ്ട്, കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം ഭഗവാനോട് പറയുകയും ഭഗവാൻ എന്താണ് പറയണതെന്ന് നമുക്ക് കേൾക്കാൻ കഴിയാഞ്ഞിട്ടാണോ, കേൾക്കാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാക്ടിക്കലാക്കി എടുക്കുന്നില്ല. എന്തോ അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് ഇങ്ങനെ നിങ്ങൾ പോയാ പോരാ, നിങ്ങൾ ഇത് കേൾക്കണം, ഭഗവാൻ എന്താണ് പറയുന്നതെന്നനുസരിച്ച് അതനുസരിച്ച് നിങ്ങൾ പോകണം, അല്ലാതെ നിങ്ങൾ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു കിഴുക്ക് തന്നിട്ട് പറയണ പോലെ എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നി അതൊരു റിയലൈസേഷൻ, എനിക്കത് തോന്നിയത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നലെ വായിച്ചപ്പോ മുതൽ തോന്നിയതാണ്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം മാതാജി. ഹരേ കൃഷ്ണ. ശരിയാണ് മാതാജി, ശരിയാണ്. നമ്മൾ ആ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളത് കൂടെ ഓർക്കണം ഈ വാക്കുകൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു ഗരുപ്രിയ മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്. എന്തെങ്കിലും നമ്മളിപ്പോ പറയുമ്പോ ആത്മാവും പരമാത്മാവും ഉണ്ടല്ലോ, അതില് ആരായിരിക്കും ആൻസർ നമുക്ക് തരിക? പരമാത്മാവാണോ ആത്മാവാണോ? എനിക്ക് പരമാത്മാവ് നമ്മുടെ കൂടെ ഇപ്പൊ എപ്പോഴും ഉണ്ട് മാതാജി. പക്ഷെ നമുക്കൊരു ചെറിയ ഫ്രീ വില്ല് തന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പരമാത്മാവിന്റെ വാക്കുകൾ കേൾക്കാതെ നമ്മുടെ ഫ്രീ വില്ല് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ശരിക്കും ഭഗവാന്റെ വാക്കുകൾ നമ്മൾ കേൾക്കണമെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് ഈ നല്ല സാധനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഭഗവാന്റെ വാക്കുകൾ, നമുക്ക് ആ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ അത്രയും പ്യുവർ ആയിരിക്കണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഭഗവാൻ തന്നെ നിർദ്ദേശങ്ങൾ തരും, നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുകയും ചെയ്യും. നമ്മൾ അത്രത്തോളം ഉയരണം മാതാജി, നമ്മൾ അത്രത്തോളം നമ്മൾ പ്യുവർ ആകണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ തുടക്കക്കാരാണ്. നമ്മുടെ ഡിവോഷൻ കുറച്ചും കൂടെ ഒരു പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്യുവറായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന്റെ വാക്കുകൾ, അതായത് നമ്മുടെ അകത്തു നിന്ന്, അതായത് നമ്മുടെ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നോ നമുക്ക് പുറത്തു നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ പരമാത്മാവിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്നോ ഒക്കെ നമുക്കത് ശ്രമിക്കാനും നമുക്കത് ഉൾക്കൊള്ളാനും സാധിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി, ഗർലില മാജി ഇപ്പൊ പറഞ്ഞതിനോട് ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇന്നലെ ഞങ്ങളുടെ ഭക്തിശാസ്ത്രി ക്ലാസ്സില് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം ആയപ്പോ സർവപാലക പ്രഭു പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ പരമാത്മാവുണ്ട്. അപ്പൊ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്
നമുക്ക് നിർദ്ദേശങ്ങൾ തരും. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുക, ചിലർ തെറ്റ് ചെയ്യും. അപ്പൊ നമ്മളെല്ലാരും തെറ്റ് ചെയ്യും. അപ്പൊ ആ തെറ്റ് എന്തുകൊണ്ട് പറ്റുന്നു എന്ന് വെച്ചാല് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ ഭഗവാന്റെ ആ പറഞ്ഞു തരുന്നതിന് മുകളിലായിട്ട് നമ്മുടെ പാപങ്ങളും തെറ്റുകളും ചെയ്യാനുള്ള പ്രവണത ഉള്ളപ്പോഴാണ് പരമാത്മാ രൂപേണ ഭഗവാൻ പറഞ്ഞു തരുന്നത് കേൾക്കാതെ നമ്മൾ തെറ്റ് ചെയ്യുന്നതെന്ന് ഒരു പോയിന്റ് പ്രഭു പറഞ്ഞായിരുന്നു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. രാജി, അത് പറയുമ്പോ പ്രഭു ഒരു എക്സാമ്പിളും കൂടെ അന്നേരം പറഞ്ഞായിരുന്നു. നമുക്കിപ്പോ നമ്മുടെ പാരന്റ്സ് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മുടെ അച്ഛൻ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് തെറ്റാണെന്ന് പറയും. അപ്പൊ വീണ്ടും നമ്മൾ പറയും ഇല്ല നമ്മൾ അത് ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ആ ശരി എന്നാ ചെയ്യൂ എന്നൊരു സമയം വരൂലേ പാരന്റ്സ്. അതുപോലെയാണ് പരമാത്മാവും നമുക്കിത് പറഞ്ഞു തരും. പക്ഷെ നമ്മൾ പിന്നും കേട്ടില്ല എങ്കില് ഇതുപോലെ പരമാത്മാവ് അന്നേരം ഒന്ന് സൈലന്റ് ആവും, നിങ്ങൾ അത് ചെയ്യൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ട് പ്രഭു അതിൻ്റെ ആഡ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയും നീ ചെയ്തിട്ട് വന്നോളൂ, അതിന്റെ കർമ്മഫലം നീ അനുഭവിക്കണം. എന്നാൽ ആ കർമ്മഫലത്തിന് മീതിയായിട്ട് എപ്പോഴാണോ നീ എന്നിലോട്ട് വരുന്നത് അപ്പൊ നിന്നെ സംരക്ഷിക്കാൻ ഞാനിവിടെ ഉണ്ട് എന്നും ഭഗവാൻ നമുക്ക് ഗ്യാരണ്ടി തരുന്നു എന്ന് പ്രഭു പറഞ്ഞു. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. സൂപ്പർ. താങ്ക് യു മാതാജി വരെ. താങ്ക് യു. ഹരേ താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ കറക്റ്റ് താങ്ക് യു. ആയിട്ടും പരമാത്മാവാണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് അതാണ് എന്റെ കാര്യം. ആത്മാവിനേക്കാളും സൂപ്പർ ആയിട്ട് നിൽക്കുന്ന പരമാത്മാവാണ് നമ്മളോട് ഉപദേശിക്കുന്നതെന്നാണ് അതിൽ നിന്ന് വ്യക്താകണം അല്ലെ. ഹരേ അതെ കൃഷ്ണ. അതെ മാതാജി, നമ്മളത് കേൾക്കാതെ പലപ്പോഴും നമ്മുടെ ആ ഫ്രീ വില്ല് ഉപയോഗിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പരമാത്മാവിന്റെ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. നമ്മൾ ആ ലെവലിലോട്ട് വരണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ. അതിന് നമ്മൾ നാമജപവും ബാക്കി സാധനങ്ങളും കറക്റ്റ് ആക്കുമ്പോ അത് നമുക്ക് മനസ്സിലാവും. ഇല്ലേ ഗർലില്ല മാജി? ഹരേ അതെ കൃഷ്ണ. അതെ അതെ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്ദി. നല്ല ഗംഭീരമായ ക്ലാസ്, നല്ല ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. വളരെ സന്തോഷം. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇതിനകത്ത് പ്രഭൂസ് ആരും ഇല്ലേ? മാതാജീസ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഡൗട്ട്. അതെന്തേ പറ്റി? മാതാജീസ് മാത്രമേ ഉള്ളൂ ഇന്ന്? മാതാജീസ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പ്രഭൂസ് ആരും സംസാരിക്കുന്നില്ല. പ്രൊഫസറൊന്നും കേൾക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. പ്രഭൂസിന് റിയലൈസേഷൻസ് ഒന്നും ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, സുഹൃത്ത് ഗോപാൽദാസ്. അതാണ് പ്രഭു, പ്ലീസ് നമ്മുടെ മാനം രക്ഷിക്കും പ്രഭു. അല്ല, ഇടയ്ക്ക് ഇങ്ങനൊരു ഡിസ്കഷൻ വന്നായിരുന്നല്ലോ, നമ്മളെ ഗുരു മഹാരാജന്മാരുമായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുകയാണെങ്കിൽ, നമ്മുടെ ശരിയായ രീതിയിൽ ഇടപഴകുകയാണെങ്കിൽ നമ്മുടെ ഫോൾ ഡൗൺ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ആ ഒരു കാര്യം ശരിക്കും നമ്മൾ ഒരുപാട് അടുത്ത് സർവീസ് ചെയ്യുമ്പോഴേ ഡിവോട്ടീസ് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇടയ്ക്കൊക്കെ പണ്ട് കാലത്തൊക്കെ നമുക്ക് കുറച്ചൊക്കെ വളരെ അടുത്തിടപെടാനുള്ള അവസരം കിട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹവും നമ്മളെപ്പോലൊരു സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ എന്നൊരു ചിന്ത വരാനൊരു സാധ്യതയുണ്ട്. അതായത് അദ്ദേഹം നമ്മളെപ്പോലെ കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, യാത്ര ചെയ്യുന്നു, ഡിവോട്ടീസുമായിട്ട് കളിചിരികൾ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധാരണ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ് അത്രയും വലിയൊരു സ്റ്റേറ്റിലല്ലെങ്കിൽ നമ്മുടെ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ വലിച്ചു താഴ്ത്തി അദ്ദേഹം നമ്മൾക്ക് ഒരു സീനിയർ ആളെന്നുള്ളതിന് രീതിയിൽ നമ്മൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ആ ഒരു അങ്ങനെ ഒരു രീതിയിൽ വർത്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒഫൻസ് ചെയ്തുകൊണ്ടേയിരിക്കും ഗുരുമഹാരാജിന്. അങ്ങനെ പല ഭക്തന്മാരും ആ രീതിയിൽ ഫോൾ ഡൗൺ ആയത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഇക്വേറ്റ് ചെയ്ത് ഗുരുക്കന്മാര് നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പം സംസാരിക്കും. പക്ഷെ നമ്മളെപ്പോഴും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ആ ഡിസ്പോസിഷൻ കീപ്പ് ചെയ്യേണ്ടത്, അവർ ഫ്രണ്ട്ലി ആണെങ്കിൽ. പക്ഷെ നമ്മൾ തിരിച്ച് ഈക്വൽ ആയിട്ടോ പിയർ ആയിട്ടോ കണ്ട് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പതനം അവിടെ തൊട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ നല്ലൊരു രീതിയിൽ അത്രയും ഫിക്സ്ഡ് അപ്പ് ആയിട്ടല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുമായിട്ട് അത്രയും ഫിസിക്കൽ പ്രോക്സിമിറ്റി വയ്ക്കുന്നത് നല്ലതല്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയണം. ഇതായിരുന്നു പ്രഭു. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. എനിക്കത് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു പ്രഭു. പ്രഭു പറഞ്ഞു തന്നപ്പോ അത് കൃത്യമായിട്ട് മനസ്സിലായി. എങ്ങനെയാണ് ആ ബന്ധം, അടുപ്പം എങ്ങനെയാണ് മോശമാകി വരുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അപ്പൊ പ്രഭു പറഞ്ഞപ്പോ അത് മനസ്സിലായി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാജി.
ഐശ്വര്യ മാതാജി എല്ലാരും ഓ. കഴിഞ്ഞു. കൃഷ്ണ മാതാജി, ഗോർലീല മാതാജി, ഓ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല കേസായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞാനും ബീനെ ഒരേ ഫോണിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നിരുന്നത് മാതാജി. ഓ ഹരേ ശരി കൃഷ്ണ. ശരി 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 പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ മാജി, ക്ലോസ് ഓക്കെ ചെയ്യട്ടെ മാജി. ശരി. ഗ്രന്ഥരാജ് ശ്രീ ഭാഗവതം കി ജയ്, ശ്രീല പ്രഭു കി ജയ്.